Good morning, students. We are going to discuss about the topic dosage compensation in Drosophila. You had already studied in my class chromosomal theory of sex determination that Drosophila is having the constitution X0XX. The males are X0, that is, they consist of only one X chromosome, whereas females are XX, that is, they consist of two X chromosomes. So, dosage compensation in Drosophila increases the transcription of genes of the single X chromosome in males equal to that of both X chromosomes in females. So, the site-specific histone acetylation by the female-specific lethal complex is thought to play a fundamental role in increased transcription output of male X. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ക്രോമസോമൽ തിയറി ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. ഡ്രോസോഫില്ലേൻ്റെ കേസിൽ മെയിൽസിൽ ഒരു എക്സ് ക്രോമസോമ് മാത്രമേ ഉണ്ടാവൂ. അവർക്ക് X0 കണ്ടീഷനായിരിക്കും ഉണ്ടാകുക. അതായത് അവർക്ക് ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവൂ മെയിൽസിന്. ഫീമെയിൽസിന് 2 എക്സ് ക്രോമസോം ഉണ്ടാവും. അപ്പോൾ ഡോസേജ് കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഈ മെയിൽസിലുള്ള സിംഗിൾ എക്സ് ക്രോമസോമിൻ്റെ എക്സ്പ്രഷൻ ഫീമെയിൽസിലുള്ള 2 എക്സ് ക്രോമസോമിനോട് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഡോസേജ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അതായത് കോമ്പൻസേറ്റ് ചെയ്യുക, അതായത് ജീൻ എക്സ്പ്രഷൻ കോമ്പൻസേറ്റ് ചെയ്യുക. അതായത് ഒരൊറ്റ മെയിൽസിലുള്ള ഒരൊറ്റ എക്സ് ക്രോമസോമിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഫീമെയിൽസിലുള്ള 2 എക്സ് ക്രോമസോമിനോട് കോമ്പൻസേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡോസേജ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫീമെയിൽസിലുള്ള 2 എക്സ് ക്രോമസോമിനോട് ഈക്വൽ ആയിരിക്കും മെയിൽസിലുള്ള ഒരൊറ്റ എക്സ് ക്രോമസോം. ഇത് അച്ചീവ് ചെയ്യുന്നത് ഡോസേജ് കോമ്പൻസേഷൻ വഴിയാണ്. അപ്പോൾ ഡോസേജ് കോമ്പൻസേഷനിൽ മെയിൽസിലാണ് ഡോസേജ് കോമ്പൻസേഷൻ നടക്കുക. അപ്പോൾ മെയിൽസിൽ ഡോസേജ് കോമ്പൻസേഷനിൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് MSL അല്ലെങ്കിൽ മെയിൽ സ്പെസിഫിക് ലീതൽ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? ഹിസ്റ്റോൺ അസിറ്റിലേഷൻ നടത്തും. അങ്ങനെയാണ് അത് ജീൻ എക്സ്പ്രഷൻ കൂട്ടുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ കൂട്ടുന്നത്. അപ്പം മെയിലിൻ്റെ എക്സ് ക്രോമസോമിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ കൂട്ടുന്നത് MSL അല്ലെങ്കിൽ മെയിൽ സ്പെസിഫിക് ലീത്തലാണ്. അത് ഹിസ്റ്റോൺ അസിറ്റിലേഷൻ വഴിയാണ് അതിൻ്റെ സിംഗിൾ എക്സ് ക്രോമസോമിൻ്റെ എക്സ്പ്രഷൻ കൂട്ടുന്നത്. അപ്പോൾ ഡോസേജ് കോമ്പൻസേഷൻ എന്താണെന്ന് ഒന്നുകൂടിയും പറയാം. ഇപ്പോൾ ഡ്രോസോഫില്ലിൻ്റെ കേസിൽ മെയിൽസിൽ ഒരൊറ്റ എക്സ് ക്രോമസോമേ ഉള്ളൂ, X0 കണ്ടീഷനാണ്. ഫീമെയിൽസിൽ 2 എക്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആ സിംഗിൾ എക്സ് ക്രോമസോമിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ എന്തിനോട് ഈക്വലാക്കണം? ഒരു ഫീമെയിലുള്ള 2 എക്സ് ക്രോമസോമിനോട് ഈക്വലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫിനോമിനയാണ് ഡോസേജ് കോമ്പൻസേഷൻ. അതായത് മെയിലിലുള്ള ഒരൊറ്റ എക്സ് ക്രോമസോമിൻ്റെ എക്സ്പ്രഷൻ എന്തിനോട് കോമ്പൻസേറ്റ് ചെയ്യണം? ഫീമെയിൽസിലുള്ള 2 എക്സ് ക്രോമസോമിനോട് കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ മെയിൽസിലാണ് ഡോസേജ് കോമ്പൻസേഷൻ നടക്കുക. അതിന് ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് മെയിൽ സ്പെസിഫിക് ലീത്തൽ അല്ലെങ്കിൽ MSL എന്ന് പറയും. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഹിസ്റ്റോൺ അസിറ്റിലേഷൻ നടത്തിയിട്ട് മെയിൽസിലുള്ള സിംഗിൾ എക്സ് ക്രോമസോമിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ കൂട്ടുക. അങ്ങനെ അതിൻ്റെ എക്സ്പ്രഷൻ കൂട്ടിയിട്ട് അത് ഫീമെയിൽസിലെ 2 എക്സ് ക്രോമസോമിനോട് ഈക്വലാക്കി മാറ്റും. നെക്സ്റ്റ് ഈസ് ദി ഡിസ്കവറി ഓഫ് ഡോസേജ് കോമ്പൻസേഷൻ. The discovery of dosage compensation is done by S.G. Muller while studying the eye pigment level of individuals carrying partial loss of function X-linked mutation. Muller reasoned that there must be a regulatory mechanism that help fly to compensate for the difference in dosage of X-linked genes in males and females by equalizing the level of X-linked gene products between two sexes. Muller reasoned that there must be a regulatory mechanism that help fly to compensate this X chromosome difference, and he observed that X chromosome of male had lost its normal paler and somewhat puffed in appearance that had interpreted in indication of enhanced level of transcription activity in relation to each of the 2 X chromosome in females. That he observed that the male chromosomes are more puffier and paler in appearance than the 2 X chromosomes in female due to the increased level of transcription of male X chromosome. These results suggest that equalizing of X-linked gene product was achieved by
increasing transcription activity of X chromosomes in males rather than by halving the transcription activity of each X in females. അപ്പോൾ ഈ ഡോസേജ് കോമ്പൻസേഷൻ കണ്ടുപിടിച്ച ആളാണ് H.G. മുള്ളർ ഇൻ ഡ്രോസോഫില്ല. അപ്പോൾ ഐ പിഗ്മെൻറ്റേഷൻ പഠിക്കുമ്പോഴാണ് ഇയാൾ എന്ത് കണ്ടുപിടിച്ചത്? ഡ്രോസോഫില്ലയിൽ ഡോസേജ് കോമ്പൻസേഷൻ പഠിച്ചത്. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്തോ ഒരു ഫിനോമിനയുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ഫിനോമിനയുണ്ട്, അത് കാരണമാണ് ഈ മെയിൽസിലുള്ള സിംഗിൾ എക്സ് ക്രോമസോം ഫീമെയിൽസിലുള്ള 2 എക്സ് ക്രോമസോമിനോട് ഈക്വലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫിനോമിന ഇയാൾ ഡോസേജ് കോമ്പൻസേഷൻ എന്ന് വിളിച്ചു. ഇപ്പോൾ മെയിൽസിലുള്ള എക്സ് ക്രോമസോം ഈ മുള്ളർ ഒബ്സർവ് ചെയ്തപ്പോൾ എന്ത് കണ്ടു എന്ന് വെച്ചാൽ, സാധാരണ ഫീമെയിൽസിലുള്ള എക്സ് ക്രോമസോമിനെ പോലെയല്ല മെയിൽസിലുള്ള എക്സ് ക്രോമസോം. അതിന് കൂടുതൽ പഫി അപ്പിയറൻസ് ഉണ്ട്. പഫി എന്ന് വെച്ചാൽ വീർത്ത് നിൽക്കുന്ന അപ്പിയറൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ എക്സ് ക്രോമസോം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേക സൈസും ഷേപ്പും ഉണ്ടാവും. അപ്പോൾ അതിനെക്കാട്ടും സൈസ് കൂടിയ അല്ലെങ്കിൽ പഫി അപ്പിയറൻസ് ഉള്ള അല്ലെങ്കിൽ വീർത്ത് നിൽക്കുന്ന ഒരു അപ്പിയറൻസ് ഉള്ള എക്സ് ക്രോമസോമാണ് മെയിൽസിൽ മുള്ളർ ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ഈ പഫി അപ്പിയറൻസിന് കാരണം കൂടുതൽ ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് ആ എക്സ് ക്രോമസോമിന് ആ ഒരു പഫി അപ്പിയറൻസ് കൈവന്നത് എന്നാണ് മുള്ളർ പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്കറിയാം 2 എക്സ് ക്രോമസോമിൻ്റെ പണിയാണ് ഒരൊറ്റ എക്സ് ക്രോമസോം മെയിലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനൊരു പഫി അപ്പിയറൻസ് വന്നതെന്ന് മുള്ളർ പറഞ്ഞത്. അപ്പോൾ ഡോസേജ് കോമ്പോസിഷൻ കണ്ടുപിടിച്ച ആളാണ് H.G. മുള്ളർ. അപ്പോൾ ഐ കളറിലെ ഐ പിഗ്മെൻറ്റേഷൻ പഠിക്കുമ്പോഴാണ്, ഡ്രോസോഫില്ലയിൽ ഐ പിഗ്മെൻറ്റേഷൻ പഠിക്കുമ്പോഴാണ് ഈ ഡോസേജ് കോമ്പൻസേഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇയാൾ മെയിൽസിലുള്ള എക്സ് ക്രോമസോം ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ സാധാരണ കാണുന്ന എക്സ് ക്രോമസോമിനെ പോലെയല്ല മെയിൽ ഡ്രോസോഫില്ലയിലുള്ള എക്സ് ക്രോമസോം. അതിനൊരു പഫി അപ്പിയറൻസ് ഉണ്ട്, അല്ലെങ്കിൽ വീർത്തൊരു അപ്പിയറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതലുള്ള ഒരു എക്സ് ക്രോമസോമാണ് മെയിൽസിൽ കാണാൻ കഴിയുന്നത്. കാരണം ഫീമെയിൽസിലുള്ള 2 എക്സ് ക്രോമസോമിൻ്റെ പണി കൂടി ആരാണ് എടുക്കുന്നത്? ഫീമെയിൽസിലുള്ള 2 എക്സ് ക്രോമസോമിന് ഈക്വലായിട്ട് നിൽക്കുന്ന ആളാണ് മെയിലിലുള്ള ഒരു സിംഗിൾ എക്സ് ക്രോമസോം. അപ്പോൾ 2 ആളുടെ പണിയാണ് ഒരാൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കൂടുതൽ ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവിറ്റി കാരണമാണ് അതിനൊരു പഫി അപ്പിയറൻസ് വന്നതെന്നാണ് മുള്ളർ പറഞ്ഞത്. നെക്സ്റ്റ് ഇസ് ദി ഇൻവേഴ്സ് ഡോസേജ് എഫക്റ്റ്. An alternate hypothesis was proposed based on an inverse dosage effect in which activity of all chromosomes is set by general transcription regulator. In males, because of the absence of one X chromosome, a greater concentration of regulators would be available than in females. അപ്പോൾ വേറൊരു കൺസെപ്റ്റാണ് ഇൻവേഴ്സ് ഡോസേജ് എഫക്റ്റ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷണൽ റെഗുലേറ്റേഴ്സ് ആണ്, നിങ്ങൾക്കറിയാം. ഈ ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റേഴ്സ് ആണ് ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മെയിൽസിൽ ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റേഴ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും ഫീമെയിൽസിനെ കാട്ടും എന്നാണ് ഇൻവേഴ്സ് ഡോസേജ് എഫക്റ്റ് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ഡോസേജ് എഫക്റ്റ് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റേഴ്സ് ആണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റേഴ്സിൻ്റെ അളവ് കൂടുന്തോറും ട്രാൻസ്ക്രിപ്ഷൻ കൂടും. അപ്പോൾ ഇൻവേഴ്സ് ഡോസേജ് എഫക്റ്റ് പ്രകാരം മെയിൽസിൽ ഫീമെയിൽസിനെക്കാളും ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റേഴ്സ് കൂടുതലായിട്ടുണ്ട് എന്നാണ് ഇൻവേഴ്സ് ഡോസേജ് എഫക്റ്റ് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മെയിലിൽ ട്രാൻസ്ക്രിപ്ഷൻ കൂടും. നെക്സ്റ്റ് ഈസ് റെഗുലേഷൻ ഓഫ് ഡോസേജ് കോമ്പോസിഷൻ. The regulation of dosage composition is done on the basis of X/A ratio. Each embryo needs to count its X chromosome to make a critical decision whether or not to implement dosage composition. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എംബ്രിയോ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാ എംബ്രിയോ എന്ത് ചെയ്യണം? അതിലുള്ള ആ എംബ്രിയോയിലുള്ള എക്സ് ക്രോമസോം കൗണ്ട് ചെയ്യണം. എന്നിട്ട് വേണം തീരുമാനിക്കാൻ ഡോസേജ് കോമ്പോസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോൾ 2 എക്സ് ക്രോമസോം ഉണ്ടെങ്കിൽ ഫീമെയിൽ ആയിരിക്കും, അപ്പോൾ ഡോസേജ് കോമ്പോസിഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു എക്സ് ക്രോമസോം മാത്രമാണ് ഉള്ളതെങ്കിൽ മെയിൽ ആയിരിക്കും, അപ്പോൾ ഡോസേജ് കോമ്പോസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് X/A റേഷ്യോൻ്റെ ബേസിസിലാണ് ഇത് തീരുമാനിക്കുക. അപ്പോൾ X/A റേഷ്യോ controls both sex and dosage composition. X means X chromosome, A means autosome. അപ്പോൾ എക്സ് ക്രോമസോമും ഓട്ടോസോമും തമ്മിലുള്ള റേഷ്യോ ആണ് X/A റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോസോം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള സാധാരണ ക്രോമസോംസിനെയാണ് നമ്മൾ ഓട്ടോസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ക്രോമസോമും സാധാരണ ക്രോമസോമായ ഓട്ടോസോമിൻ്റെ റേഷ്യോ അതാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഡോസേജ് കോമ്പോസിഷൻ വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ X/A ratio control both sex determination and dosage compensation by regulating a critical binary switch
gene, a critical binary switch gene is X lethal known as XXL gene. അപ്പോൾ ഈ X/A റേഷ്യൂസ് എക്സ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോസേജ് കോമ്പൻസേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഒരു സ്വിച്ച് വെച്ചിട്ടാണ്. ആ സ്വിച്ചിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ ബൈനറി സ്വിച്ച് ജീൻ. ഒരു ക്രിട്ടിക്കൽ ബൈനറി സ്വിച്ച് ജീനാണ് XXL അല്ലെങ്കിൽ സെക്സ് ലീത്തൽ ജീൻ. So XXL encoded a female specific RNA binding protein that regulates splicing and translation of key messenger RNA in the sex determination and dosage. അപ്പോൾ SXL കോഡ് ചെയ്യുന്നത് ഒരു ഫീമെയിൽ സ്പെസിഫിക് RNA ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. അത് എന്ത് ചെയ്യും, സ്പ്ലൈസിങ് നടത്തിയിട്ട് സെക്സ് ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. കൺട്രോൾ ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആൻഡ് ഡോസേജ് കോമ്പൻസേഷൻ യൂസിങ് X/A റേഷ്യോ. അപ്പോൾ X/A റേഷ്യോ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സെക്സ് കൺട്രോൾ ചെയ്യുന്ന സെക്സിന് അല്ലെങ്കിൽ ഡോസേജ് കോമ്പൻസേഷൻ കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ X/A റേഷ്യോ ഇസ് 0.5. അപ്പോൾ 0.5 ആണ് X/A റേഷ്യോ എങ്കിൽ എന്ത് സംഭവിക്കും, ആ SXL ജീന് SXL ജീനിൻ്റെ കാസ്കേഡ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ SXL ജീന് ആക്റ്റീവായിട്ടില്ലെങ്കിൽ MXL ജീൻ അല്ലെങ്കിൽ മെയിൽ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീൻസാണ് MSL ജീന്. ആ MSL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ഡോസേജ് കോമ്പൻസേഷൻ നടക്കും. അതേസമയം X/A റേഷ്യോ 1 ആണെങ്കിൽ SXL ജീന് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് എന്താണ് അത് MSL അല്ലെങ്കിൽ മെയിൽ സ്പെസിഫിക് ലീത്തൽ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ അത് MSL കോംപ്ലക്സിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഡോസേജ് കോമ്പൻസേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ X/A റേഷ്യോൻ്റെ ബേസിസിൽ എങ്ങനെയാണ് സെക്സ് കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ X/A റേഷ്യോ 0.5 ആണെങ്കിൽ മെയിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് മെയിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് X/A റേഷ്യോ 0.5 ആണെങ്കിൽ? X/A റേഷ്യോ 0.5 ആണെങ്കിൽ ഫീമെയിൽ സ്പെസിഫിക് ആയിട്ടുള്ള SXL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കൂല. അപ്പോൾ അത് എന്തിന് ഇൻഹിബിറ്റ് ചെയ്യില്ല, മെയിൽ സെക്സ് ലീത്തൽ ജീൻ, അത് മെയിലിന് സ്പെസിഫിക് ആയിട്ടുള്ള MSL ജീൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യില്ല. അപ്പോൾ മെയിൽ സെക്സ് ലീത്തൽ ഉണ്ടാവും. അപ്പോൾ മെയിൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, ഡോസേജ് കോമ്പൻസേഷൻ ഉണ്ടാവും. പക്ഷേ X/A റേഷ്യോ 1 ആണെങ്കിൽ SXL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അതെന്ത് ചെയ്യും, MSL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ ഡോസേജ് കോമ്പൻസേഷൻ ഉണ്ടാവില്ല, അത് ഫീമെയിലായിട്ട് മാറും. അപ്പോൾ X/A റേഷ്യോ വെച്ചിട്ട് എങ്ങനെയാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ X/A റേഷ്യോ 0.5 ആണെങ്കിൽ മെയിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുക. X/A റേഷ്യോ 1 ആണെങ്കിൽ ഫീമെയിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ X/A റേഷ്യോ 0.5 ആകുമ്പോൾ SXL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കൂല. അപ്പോൾ അത് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ SXL ഉണ്ടാവില്ല. അപ്പോൾ MSLനെ ഇൻഹിബിറ്റ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ മെയിലിന് സ്പെസിഫിക് ആയിട്ടുള്ളതാണ് MSL ജീന്. അപ്പോൾ MSL ജീനിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ SXL ഉണ്ടാവില്ല. കാരണം X/A റേഷ്യോ 0.5 ആയി കഴിഞ്ഞാൽ SXL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് XXL ഉണ്ടാവില്ല. അപ്പോൾ SXL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ഇൻഹിബിറ്റ് ആവും X/A റേഷ്യോ 0.5 ആകുമ്പോൾ. അപ്പോൾ MSL ജീനാണ് ഉണ്ടാകുക. അപ്പോൾ MSL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ തടയാൻ SXL ജീൻ ഇല്ല 0.5 ആകുമ്പോൾ, X/A റേഷ്യോ 0.5 ആകുമ്പോൾ. അപ്പോൾ MSL ജീൻ എന്ന് വെച്ചാൽ മെയിലിന് സ്പെസിഫിക് ആയിട്ടുള്ള ജീനാണ് MSL ജീന്. അപ്പോൾ MSL ഉണ്ടാവും. അപ്പോൾ അത് മെയിലായിട്ട് മാറും. അപ്പോൾ ഡോസേജ് കോമ്പൻസേഷൻ അവിടെ നടക്കും. മെയിലാകുമ്പോൾ ഡോസേജ് കോമ്പൻസേഷൻ നടന്നല്ലേ പറ്റൂ. പിന്നെ X/A റേഷ്യോ 1 ആണെങ്കിൽ അത് ഫീമെയിലായിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. എങ്ങനെയാണ് അത് ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? X/A റേഷ്യോ 1 ആകുമ്പോൾ എന്തുണ്ടാവും, SXL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഈ SXL പോയിട്ട് MSL ജീൻ, അതായത് മെയിൽ സ്പെസിഫിക് ലീത്തൽ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ മെയിൽ സ്പെസിഫിക് ലീത്തൽ ഉണ്ടാവില്ല, ഡോസേജ് കോമ്പൻസേഷൻ ഉണ്ടാവില്ല. SXL ജീനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ SXL നിങ്ങൾക്കറിയാം, അത് ഒരു ഫീമെയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് SXL ജീൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫീമെയിലായിട്ടാണ് മാറുക. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, X/A റേഷ്യോ 0.5 ആണെങ്കിൽ മെയിൽസ് ആണ് ഉണ്ടാകുക. X/A റേഷ്യോ 1 ആണെങ്കിൽ ഫീമെയിൽസ് ആണ് ഉണ്ടാകുക. X/A റേഷ്യോ 0.5 ആകുമ്പോൾ മെയിൽസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? X/A റേഷ്യോ 0.5 ആകുമ്പോൾ SXL ജീനിൻ്റെ ട്രാൻസ്മിഷൻ നടക്കില്ല. അപ്പോൾ SXL ജീനിനെ
ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്തത് കൊണ്ട് SXL ഉണ്ടാവില്ല. അപ്പോൾ MSL ജീനിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ SXL ഇല്ല. അപ്പോൾ MSL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് MSL ഉണ്ടാവും. MSL എന്ന് വെച്ചാൽ മെയിലിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് MSL പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽസ് ആണ് ഉണ്ടാകുക. അപ്പോൾ ഡോസേജ് കോമ്പൻസേഷൻ അവിടെ നടക്കും. പക്ഷേ X/1 ആകുമ്പോൾ SXL പ്രോട്ടീൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, SXL ഉണ്ടാകും. അത് പോയിട്ട് MSL പ്രോട്ടീൻ, അതായത് മെയിൽ സ്പെസിഫിക് ലീത്തൽ പ്രോട്ടീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ ബ്ലോക്ക് ചെയ്തിട്ട് അത് ഫീമെയിൽസ് ആണ് അവിടെ ഉണ്ടാകുക. അപ്പോൾ ഡോസേജ് കോമ്പൻസേഷൻ്റെ ആവശ്യമില്ല. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദി മെക്കാനിസം ഓഫ് X/A ratio. The X/A ratio is an important regulatory gene controlling system and it includes following steps. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ജീൻ കൺട്രോൾ റെഗുലേറ്ററി സിസ്റ്റമാണ് ഈ X/A ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്ലൈസിങ് ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് നിങ്ങൾക്ക് അറിയുന്നതാണ് നോൺ കോഡിംഗ് സീക്വൻസ് ഓർ ഇൻട്രോൺസ് ആർ റിമൂവ്ഡ് ഫ്രം RNA transcripts of eukaryotic gene and all coding sequence or exons present in the transcription are pieced together. അപ്പോൾ സ്പ്ലൈസിങ് പ്രോസസ്സ് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതായത് അൺവാണ്ടഡ് സീക്വൻസ് ആയിട്ടുള്ള ഇൻട്രോൺസ് റിമൂവ് ചെയ്തിട്ട് കോഡിംഗ് അല്ലെങ്കിൽ വാണ്ടഡ് സീക്വൻസ് ആയിട്ടുള്ള എക്സോൺസ് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് സ്പ്ലൈസിങ്. ഇപ്പോൾ 2 ടൈപ്പ് സ്പ്ലൈസിങ് ഉണ്ട്, പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് ആൻഡ് നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ്. ഇപ്പോൾ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് എന്ന് വെച്ചാൽ എന്താണ്? yields mRNA molecules that are translated into functional protein. അപ്പോൾ ഫങ്ഷണൽ പ്രോട്ടീൻ ആയിട്ട് മാറുന്ന mRNA ഈൽഡ് ചെയ്യുന്ന സ്പ്ലൈസിങ് ആണ് പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ്. പ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ യൂസ്ഫുൾ ആയിട്ടുള്ള സ്പ്ലൈസിങ് ആണ് പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ്. നോൺ പ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? നോൺ യൂസ്ഫുൾ ആയിട്ടുള്ള സ്പ്ലൈസിങ് ആണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഡീഫോൾട്ട് സ്പ്ലൈസിങ് where mRNA molecules that do not produce functional protein. അപ്പോൾ നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് കാരണം ഉണ്ടാകുന്ന mRNA മോളിക്യൂൾ നോൺ ഫങ്ഷണൽ പ്രോട്ടീൻസിനെയാണ് കോഡ് ചെയ്യുക, അതായത് ഫങ്ഷൻസ് ഒന്നും ചെയ്യാത്ത പ്രോട്ടീൻസ്. അപ്പോൾ സ്പ്ലൈസിങ്ങിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാണ് മനസ്സിലാക്കുക. സ്പ്ലൈസിങ് മനസ്സിലായാലാണ് ഇനിയുള്ള അങ്ങോട്ട് മനസ്സിലാവും. അപ്പോൾ സ്പ്ലൈസിങ് 2 ടൈപ്പ് ഉണ്ട്, പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ്ങും നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ്ങും. പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് കാരണം ഉണ്ടാകുന്ന mRNA ട്രാൻസ്ലേഷൻ നടന്നിട്ട് എന്തുണ്ടാവും? ഫങ്ഷണൽ പ്രോട്ടീൻസ് ഉണ്ടാവും. പക്ഷേ നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് അല്ലെങ്കിൽ ഡീഫോൾട്ട് സ്പ്ലൈസിങ് കാരണം ഉണ്ടാകുന്ന mRNA ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ഒരിക്കലും എന്തുണ്ടാവില്ല? ഫങ്ഷണൽ പ്രോട്ടീൻ ഉണ്ടാവില്ല, നോൺ ഫങ്ഷണൽ പ്രോട്ടീനാണ് ഉണ്ടാകുക. അപ്പോൾ ഈ 2 കൺസെപ്റ്റ് പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ്ങും നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ്ങും മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് ഇനിയുള്ള സ്റ്റെപ്സ് മനസ്സിലാവും. അപ്പോൾ സ്പ്ലൈസിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ സ്പ്ലൈസിങ് 2 ടൈപ്പ് ഉണ്ട്, പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ്ങും നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ്ങും. പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് കാരണം ഉണ്ടാകുന്ന mRNA എന്തായിരിക്കും? mRNA ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന പ്രോട്ടീൻസ് എന്തായിരിക്കും? ഫങ്ഷണൽ ആയിരിക്കും. പക്ഷേ നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് കാരണം ഉണ്ടാകുന്ന mRNA ട്രാൻസ്ലേഷൻ നടന്നിട്ടുണ്ടാകുന്ന പ്രോട്ടീൻ നോൺ ഫങ്ഷണൽ ആയിരിക്കും. അപ്പോൾ SXL ജീനിൻ്റെ കേസിലാണെങ്കിൽ ഫീമെയിൽസിൽ നടക്കുക പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് ആയിരിക്കും. എന്നിട്ട് SXL ഉണ്ടാവും, അത് SXL പ്രോട്ടീൻസിനെ ഉണ്ടാക്കും. പക്ഷേ SXL ജീനിൻ്റെ മെയിൽസിൽ നടക്കുക ഡീഫോൾട്ട് അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് ആയിരിക്കും. അപ്പോൾ അത് mRNA ഉണ്ടാവും, അപ്പോൾ നോൺ ഫങ്ഷണൽ പ്രോട്ടീൻസ് ആണ് അവിടെ ഉണ്ടാകുക. സോ ദി ജീൻ SXL is transcribed in both males and females, whereas X/Y ratio of an embryo is 0.5. The RNA transcript of the XXL undergo default splicing. The resulting mRNA does not code for any functional protein. In the absence of SXL, embryo develop into male. Whereas ഇപ്പോൾ X/A ratio ആണ് SXL ജീനിൻ്റെ സ്പ്ലൈസിങ്ങിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം SXL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് X/A ratio. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ X/A ratio 0.5 ആണെങ്കിൽ അതായത് മെയിൽസിൽ X/A ratio 0.5 ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഡീഫോൾട്ട് സ്പ്ലൈസിങ് ആണ് നടക്കുക. അപ്പോൾ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീനാണ് അവിടെ ഉണ്ടാകുക. അപ്പോൾ എന്തുണ്ടാവും? SXL പ്രോട്ടീൻ അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഫീമെയിൽസിൻ്റെ കേസിൽ X/A ratio 1 ആണ്. അപ്പോൾ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് ആണ് അവിടെ നടക്കുക. അപ്പോൾ അതുവഴി ഉണ്ടാകുക ഫങ്ഷണൽ SXL പ്രോട്ടീനാണ്. അത് എന്തുണ്ടാക്കും? ഫീമെയിൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ SXL പ്രോട്ടീൻ്റെ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് X/A ratio വെച്ചിട്ടാണ്. മെയിൽസിൻ്റെ കേസിൽ X/A ratio 0.5 ആയിരിക്കും. അല്ലെങ്കിൽ X/A ratio 0.5 ആകുന്ന കണ്ടീഷനിൽ SXL പ്രോട്ടീനിന് നടക്കുന്നത് ഡീഫോൾട്ട് അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് ആണ്. അതുവഴി നോൺ ഫങ്ഷണൽ SXL പ്രോട്ടീനാണ് ഉണ്ടാകുക.
പക്ഷേ X/A 1 ആകുന്ന സമയത്ത് നടക്കുക പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് ആണ് SXL പ്രോട്ടീനിന്, എന്നിട്ട് ഫീമെയിൽസ് ആണ് ഉണ്ടാകുക. A signal induces alternate splicing and RNA transcription of gene SXL resulting mRNA. SXL protein causes splicing of RNA transcribed from the genes TRAP protein that has an active feminizing effect. അപ്പോൾ ഈ SXL പ്രോട്ടീന് എന്തിൻ്റെ സ്പ്ലൈസിങ്ങിന് കാരണമാവും? ട്രാപ്പ് പ്രോട്ടീൻ്റെ സ്പ്ലൈസിങ്ങിന് കാരണമാവും ഫീമെയിൽസിൽ. ഈ ട്രാപ്പ് പ്രോട്ടീനിന് ഫെമിനൈൻ എഫക്റ്റ് ഉണ്ടാവും, അതായത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന ഒരു പ്രോട്ടീനാണ് ട്രാപ്പ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫീമെയിൽസിൻ്റെ കേസിൽ ഉണ്ടാകുന്ന SXL പ്രോട്ടീന് എന്തായിരിക്കും? ഫങ്ഷണൽ SXL പ്രോട്ടീൻ ആയിരിക്കും. ഈ ഫങ്ഷണൽ SXL പ്രോട്ടീന് ട്രാ ജീനിൻ്റെ സ്പ്ലൈസിങ്ങിന് കാരണമാവും. അപ്പോൾ ട്രാ ജീനിൻ്റെ സ്പ്ലൈസിങ് നടന്നിട്ട് എന്തുണ്ടാവും? അതിനൊരു ഫെമിനൈസിങ് ക്യാരക്ടർ കൊടുക്കുക, അതായത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന ജീനാണ് ട്രാ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാ ജീൻ്റെ സ്പ്ലൈസിങ്ങും ആക്ടിവേഷനും നടത്തുന്നത് SXL ജീനാണ്. അപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള SXL ജീനാണ് ഫീമെയിൽസിൽ ഉണ്ടാകുക. ഈ ഫങ്ഷണൽ ആയിട്ടുള്ള SXL ജീന് എന്തുണ്ടാക്കും? ട്രാ ജീനിൻ്റെ സ്പ്ലൈസിങ്ങിന് കാരണമാവും. അങ്ങനെ ഉണ്ടാകുന്ന ട്രാ ജീൻസ് എന്ത് ചെയ്യും? ആ ഫീമെയിൽസിന് ഫെമിനൈസിങ് ക്യാരക്ടേഴ്സ് കൊടുക്കും. Whereas in the case of males, the RNA transcription of TRA genes undergo default splicing. As a result, no SXL protein will be produced. അപ്പോൾ നിങ്ങൾക്കറിയാം, മെയിൽസിൻ്റെ കേസിൽ ഡീഫോൾട്ട് സ്പ്ലൈസിങ് ആണ് SXL പ്രോട്ടീനിന് സംഭവിക്കുന്നത്. കാരണം അതിൽ X/A 0.5 ആണ്. അപ്പോൾ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള SXL പ്രോട്ടീനാണ് ഉണ്ടാകുക. അപ്പം ട്രാ ജീൻ്റെ സ്പ്ലൈസിങ് നടക്കില്ല. അപ്പോൾ അവിടെ ഫെമിനൈസിങ് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ X/A മെക്കാനിസം. അപ്പോൾ ഒന്നുകൂടി പറയാം X/A മെക്കാനിസം. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് X/A മെക്കാനിസം. അപ്പോൾ സ്പ്ലൈസിങ് വഴിയാണ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്ലൈസിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻട്രോൺസ് റിമൂവ് ചെയ്തിട്ട് എക്സോൺസ്, അതായത് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഇൻട്രോൺസ് റിമൂവ് ചെയ്തിട്ട് ഫങ്ഷണൽ ആയിട്ടുള്ള എക്സോൺസ് ജോയിൻ ചെയ്യുന്ന മെക്കാനിസമാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് സ്പ്ലൈസിങ് ഉണ്ട്. പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ്ങും നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ്ങും. പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് വഴി ഉണ്ടാകുന്നത് ഫങ്ഷണൽ പ്രോട്ടീൻ ആയിരിക്കും. നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് അല്ലെങ്കിൽ ഡീഫോൾട്ട് സ്പ്ലൈസിങ് ഉണ്ടാകുന്നത് നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ ആയിരിക്കും. അപ്പോൾ SXL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് X/A ആണ്. അപ്പോൾ ഫീമെയിൽസിൻ്റെ കേസിൽ X/A 1 ആയിരിക്കും. അപ്പോൾ അവർക്ക് നടക്കുക പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് ആണ്. അപ്പോൾ ഉണ്ടാകുക എന്തായിരിക്കും? അപ്പോൾ ഉണ്ടാകുന്ന ഫങ്ഷണൽ ആയിട്ടുള്ള SXL പ്രോട്ടീനാണ് ഉണ്ടാകുക. അപ്പോൾ അത് ഫീമെയിലായിട്ട് മാറും. പക്ഷേ മെയിൽസിൻ്റെ കേസിൽ നടക്കുന്നത് ഡീഫോൾട്ട് അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് സ്പ്ലൈസിങ് ആയിരിക്കും. കാരണം അവിടെ X/A 0.5 ആണ്. അങ്ങനെ ഉണ്ടാകുന്നത് നോൺ ഫങ്ഷണൽ SXL പ്രോട്ടീനാണ്. അങ്ങനെ ഉണ്ടാകുന്ന നോൺ ഫങ്ഷണൽ SXL പ്രോട്ടീന് എന്തുണ്ടാകില്ല? ഫീമെയിൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാവില്ല. അവർ മെയിൽസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഈ SXL പ്രോട്ടീന് സ്പ്ലൈസിങ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന വേറൊരു പ്രോട്ടീനാണ് ട്രാപ്പ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ ട്രാപ്പ് പ്രോട്ടീന് ഫീമെയിൽ ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന പ്രോട്ടീനാണ് ട്രാപ്പ് പ്രോട്ടീൻ. നിങ്ങൾക്കറിയാം, ഫീമെയിൽസിൽ ഫങ്ഷണൽ ആയിട്ടുള്ള SXL പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫങ്ഷണൽ ആയിട്ടുള്ള SXL പ്രോട്ടീന് ട്രാപ്പ് പ്രോട്ടീനെ സ്പ്ലൈസ് ചെയ്തിട്ട് ഫങ്ഷണൽ ആയിട്ടുള്ള ട്രാപ്പ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അതിന് ഫീമെയിൽ ക്യാരക്ടേഴ്സ് കൊടുക്കും. പക്ഷേ മെയിൽസിൽ ഫങ്ഷണൽ ആയിട്ടുള്ള SXL പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രാപ്പ് പ്രോട്ടീൻ്റെ സ്പ്ലൈസിങ് നടക്കില്ല. അപ്പോൾ എന്തുണ്ടാവില്ല? ഫെമിനൈൻ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല. ഇതാണ് X/A മെക്കാനിസം, റേഷ്യോൻ്റെ മെക്കാനിസം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, X/A ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ X/A 0.5 ആണെങ്കിൽ മെയിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുക. കാരണം X/A 0.5 ആകുമ്പോൾ SXL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, SXL ജീൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ മെയിൽ സെക്സൽ ലീത്തൽ ജീൻസ് അല്ലെങ്കിൽ MSL ജീൻസ് മെയിൽസിനെ കോഡ് ചെയ്യുന്ന ജീൻസ് ആണ്. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ജീനാണ് SXL ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ SXL ജീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ MSL ജീനിനെ ബ്ലോക്ക് ചെയ്യാൻ ആരില്ല. അപ്പോൾ MSL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് മെയിൽസ് ആണ് ഉണ്ടാകുക. പക്ഷേ X/A 1 ആകുമ്പോൾ SXL ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അപ്പോൾ SXL ഉണ്ടാകും. ഈ SXL പോയിട്ട് MSLനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഫീമെയിൽസ് ആണ് ഉണ്ടാകുക. അപ്പോൾ X/A മെക്കാനിസവും പറയുക. പിന്നെ ഇതാണ് ഡോസേജ് കോമ്പൻസേഷൻ്റെ മെക്കാനിസം. അപ്പോൾ താങ്ക് യു.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ 6th യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു.